കഴിഞ്ഞ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിൽ സാക്രിഫൈസ് റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. അതുതന്നെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ നമ്മൾ കേസ് 3 പഠിക്കുന്നത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ന്യൂ റേഷ്യോയും അതുപോലെ ഓൾഡ് റേഷ്യോയും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ കാണുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രസാദ് ആൻഡ് രതീഷ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദി റേഷ്യോ 5:3. They admit Harry as a new partner 1/7 share in the profit. Their new profit share ratio 4:2:1. Calculate sacrificing ratio of Prasad and Radish. ഇവിടെ പ്രസാദും രതീഷും ഓൾഡ് റേഷ്യോ 5:3 ആണ്. ദേ അഡ്മിറ്റ് ഹരി, പുതിയ പാർട്ണറായിട്ട് ഹരിയെ അഡ്മിറ്റ് ചെയ്തു. ഹരിക്ക് 1/7, അതായത് A ഭാഗത്തിൽ ഒരു ഭാഗം ഹരിക്ക് കൊടുക്കാമെന്ന് ഏറ്റവും. ഹരിയെ അഡ്മിറ്റ് ചെയ്തപ്പോൾ അഗ്രിമെൻറ്റ് പ്രകാരം പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ ചേഞ്ച് വന്നു. അവിടെ 4:2:1 ആയി മാറി. ഇവിടെ കാണേണ്ടത് സാക്രിഫൈസിങ് റേഷ്യോ ഓഫ് പ്രസാദ് ആൻഡ് രതീഷ് ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം നോട്ട്ബുക്കിൽ എഴുതിയ ക്വസ്റ്റ്യനായിട്ട് ഇത് താരതമ്യം ചെയ്ത് നോക്കാം. നമുക്ക് ഇതേ റേഷ്യോ തന്നെയാണ് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അയച്ച നോട്ട്സ് ഒന്ന് ഇവിടെ when old ratio of the old partners and the new ratio of old partners are given. ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്, അതുപോലെ ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്. ഇത്തരം ക്വസ്റ്റ്യനിൽ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കാണാൻ വേണ്ടി ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ, ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ, അതാ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എന്ത് ചെയ്യുന്നു, പേരിലൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അവിടെ വിക്ടേഴ്സിൽ എന്ന ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച ക്വസ്റ്റ്യനിലും എന്ത് ചെയ്യുന്നു, പേരിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. P&Q അവിടെ പ്രസാദൻ്റെ രതീഷായി മാറി. അതുപോലെ ആറിൻ്റെ സ്ഥാനത്ത് എന്തായി മാറി, ഹരിയായി മാറി. ബാക്കിയുള്ള 5:3, 1/7, ദെൻ 4:2:1. വേറെ ഒരു മാറ്റവുമില്ല. എന്ത് ചെയ്യുക, നമ്മൾ നോട്ട്സിൽ എഴുതിയ ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വിശദീകരിക്കുന്നതാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പേരിൽ ചെറിയൊരു മാറ്റം കൊടുത്തത് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഇവിടെ ഓൾഡ് റേഷ്യോ ഓഫ് P&Q 5:3. ന്യൂ റേഷ്യോ ഓഫ് PQ ആൻഡ് R, പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് 6. അപ്പോൾ എത്രയാണ്, 4:2:1. നമുക്കിവിടെ കാണേണ്ടത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. സാക്രിഫൈസിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ ഓഫ് P 5/8 മൈനസ് 4/7. 5/8 മൈനസ് 4/7. ഇവിടെ എന്തുണ്ട്, ഒന്നിൽ 8 ആണ് ഡിനോമിനേറ്റർ, മറ്റൊന്നിൽ 7 ആണ്. രണ്ടും ഒരുപോലെ ആക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ 8 × 7, അപ്പോൾ 56 ഇട്ടു. രണ്ടിൻ്റെയും ഛേദം 56 ആക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 5 × 7 37, അപ്പം 37/56 മൈനസ് 8 × 4, ഒന്നാമത്തേൻ്റെ ഡിനോമിനേറ്ററും പിന്നെ രണ്ടാമത്തേൻ്റെ ന്യൂമറേറ്ററും. 8 × 4 4 8 32 32/56. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 35 32 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 35 മൈനസ് 32 = 3/56 കിട്ടുന്നു. നെക്സ്റ്റ് ക്യൂവിൻ്റെ നമുക്കറിയാം ഓൾഡ് റേഷ്യോ 3 ആണ്. അപ്പോൾ 3/8 മൈനസ് 2/7. നേരത്തെ ചെയ്ത മാതിരി 56 രണ്ടിൻ്റെയും ഡിനോമിനേറ്ററായിട്ട് കൊടുത്തു. ഇത് എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്നു. ഒന്നാമത്തിൻ്റെ ന്യൂമറേറ്ററും രണ്ടാമത്തിൻ്റെ ഡിനോമിനേറ്ററും, അഥവാ 3 × A 21. അപ്പോൾ 21/56.
മൈനസ് രണ്ടാമത്തേൻ്റെ ഡിനോമിനേറ്ററും ഒന്നാമത്തേൻ്റെ ന്യൂമറേറ്റർ. അപ്പോൾ 8 ഇൻറ്റു 2 2 16 16/56 കിട്ടുന്നു. ദെൻ 21 മൈനസ് 16 എത്ര 5/56 കിട്ടുന്നു. അപ്പോൾ 3/56 5/56 റേഷ്യോ എത്ര 3:5 ആണ് ഇവിടെ സാക്രിഫൈസ് റേഷ്യോ. ഈ ഒരു ക്വസ്റ്റ്യനിൽ സാക്രിഫൈസ് റേഷ്യോ മാത്രമേ കാണേണ്ടതുള്ളൂ. ന്യൂ റേഷ്യോയും അതുപോലെ ഓൾഡ് റേഷ്യോയിലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അർജുൻ ആൻഡ് കർണൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് sharing profits in the ratio 4:3. They admitted Soman as a new partner. The profit share ratio of Arjun, Karnan and Mohan will be 2:3:1. Calculate sacrificing ratio. ഇവിടെ നമുക്ക് അർജുൻ ആൻഡ് കർണൻ കറക്റ്റാണ്. പക്ഷെ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പം ഇവിടെ സോമൻ, ഇവിടെ അടുത്ത് മോഹൻ ആണ്, അതുപോലെ ഇവിടെ മഹേഷാണ്. ഇതിലെന്ത് ചെയ്യണം, പേര് ഒരുപോലെ ആക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ മോഹൻ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് സോമൻ എന്നാക്കി മാറ്റണം. ഇവിടെ സോമൻ എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ സോമൻ എന്ന് ചേർക്കാം. അതിനനുസരിച്ചായിരിക്കണം താഴെയും കൊടുക്കേണ്ടത്. ഇവിടെ മഹേഷ് എന്നുള്ള എന്ത് ചെയ്യണം, നമുക്ക് സോമന് ആക്കി മാറ്റിയാൽ മതി. അപ്പോൾ ഈ രണ്ട് പേര് എന്ത് ചെയ്യണം, മാറ്റണം. ഇതിൽ ചെറിയൊരു എറർ വന്നതാണ്, ശ്രദ്ധിക്കേണ്ടതും അതുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഓൾഡ് റേഷ്യോ ഓഫ് അർജുൻ ആൻഡ് കർണൻ 4:3. ന്യൂ റേഷ്യോ ഓഫ് അർജുൻ, കർണൻ ആൻഡ് സോമൻ 2:3:1. സാക്രിഫൈസ് റേഷ്യോ ഇക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 4/7 മൈനസ് 2/6. അപ്പം 7 × 6 42 നാക്കുന്നു. ദെൻ 4 × 6 24/42. 7 × 2 14 14/42. 24-ന് 14 കുറച്ചാൽ 10 10/42 ഒന്നാമത്തെ. ദെൻ കർണൻ സാക്രിഫൈസ് 3/7 മൈനസ് 3/6. അപ്പം 18/42 21/42. അപ്പോൾ ഇവിടെ രണ്ടാമത്താണ് വലുത്. അപ്പം മൈനസ് 3/46 2. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഓൾഡ് റേഷ്യോ ആണ് കൂടുതൽ, അല്ലെങ്കിൽ ഓൾഡ് ഷെയർ ആണ് കൂടുതൽ എങ്കിൽ അവിടെ സാക്രിഫൈസും, അതേ മറിച്ച് ന്യൂ ഷെയർ ആണ് കൂടുതലെങ്കിൽ അവിടെ ഗെയിനുമാണ്. ഇവിടെ രണ്ടാമത്തേൽ ന്യൂ ഷെയർ ആണ് കൂടുതൽ, അതുകൊണ്ടാണ് ഇവിടെ ഗെയിൻ വന്നത്. ഒന്നാമത്തേൽ നമുക്ക് കിട്ടിയത് എന്താണ്, ഓൾഡ് ഷെയർ ആണ് കൂടുതൽ, അവിടെ എന്താണ് സാക്രിഫൈസ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്ന മൈനസും പ്ലസും വരാൻ കാരണം. അപ്പോൾ ഇവിടെ നമ്മൾ സാക്രിഫൈസ് ഷെയറിൻ്റെ ഇക്വേഷനാണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് സാക്രിഫൈസ് ആണ്. സാക്രിഫൈസിൻ്റെ ഇക്വേഷൻ കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ഫിഗർ വരികയാണെങ്കിൽ സാക്രിഫൈസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവിടെ വരുന്നത്, അവിടെ ഗെയിനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഗെയിൻ വന്നത്. പിന്നെ മഹേഷ് ഷെയർ മൂന്നാമത്തെ 1 ആണ്. അപ്പോൾ 1/6 1/6നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 42ലേക്ക് കൺവേർട്ട് ചെയ്താണ് 7/42. അർജുൻ സാക്രിഫൈസ് അല്ലേ, അർജുൻ സാക്രിഫൈസ് നമുക്ക് കിട്ടി. അർജുൻ സാക്രിഫൈസ് 10/42 ആണ്. 10/42 നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഇൻ ദിസ് കേസ് ഓൾ സാക്രിഫൈസ് ഈസ് മെയ്ഡ് ബൈ അർജുൻ. ഇവിടെ ആര് മാത്രമേ സാക്രിഫൈസ് ചെയ്യുന്നുള്ളൂ, അർജുൻ മാത്രമേ ഉള്ളൂ. നമ്മൾ അർജുൻ്റെ നമുക്ക് കിട്ടിയത് എത്ര, 10/42. ഈ 10/42 കിട്ടിയത് പുതിയ പാർട്ണർക്ക് 7/12. അതുപോലെ തന്നെ ഇവിടെ ഒരു 3/12 നേരെ ഓപ്പോസിറ്റ് വന്നുകൊണ്ട് 3/12. അപ്പോൾ 7ഉം 3ഉം 10 മൊത്തം അതാണ് ഇവിടെ 10/42 വന്നത്. അതാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ്, when old partners surrender a part of their
their share in favor of the new partner. ഇത്ര രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യന് ശ്രദ്ധിക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഈക്വലി. എയും ബിയും എന്ത് ചെയ്യുന്നു? ലാഭം വീതിച്ചിരുന്ന ഈക്വലായിരുന്നു. അതാ 1:1, 1/2, 1/2, 1:1. They took C into partnership. പുതിയ പാർട്ണറെ അപ്പോയിന്റ് ചെയ്തു. എ സറണ്ടർ ചെയ്തു 1/3 of his share and B surrendered 1/4 of his share in favor of C. അപ്പം എക്ക് കിട്ടിയതിൻ്റെ 1/3 ആർക്ക് കൊടുത്തു? സിക്ക് കൊടുത്തു. അതുപോലെ ബിക്ക് കിട്ടിയതിൻ്റെ 1/4 സിക്ക് കൊടുത്തു. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ആൻഡ് സാക്രിഫൈസ് റേഷ്യോ. ഇത് വിക്ടേഴ്സ് ചാനലിൽ വരാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓൾഡ് റേഷ്യോ ഈക്വലി ആയതുകൊണ്ട് ഇവിടെ എയും ബിയേ ഉള്ളൂ. അപ്പോൾ 1:1. ദെൻ എ സറണ്ടേഴ്സ് 1/3 ഓഫ് ഹിസ് ഷെയർ ഇൻ ഫേവർ ഓഫ് സി. എ എന്ത് ചെയ്തു? സറണ്ടർ ചെയ്ത് കൊടുക്കുന്നു. ആർക്ക് വിട്ടുകൊടുക്കുന്നു? സിക്ക് വിട്ടുകൊടുക്കുന്നത് എത്രയാണ്? അദ്ദേഹത്തിന് കിട്ടുന്നതിൻ്റെ 1/3. അങ്ങനെയെങ്കിൽ എക്ക് നേരത്തെ കിട്ടിയത് 1:1 ആയതുകൊണ്ട് 1/2 ആണ്. ആ 1/2 ഇൻറ്റു വിട്ടുകൊടുക്കുക 1/3. അപ്പോൾ 1/2 ഇൻറ്റു 1/3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? 1 × 1 1, 2 × 3 6, 1/6. എക്ക് കിട്ടിയതിൻ്റെ 1/6 ആർക്ക് വിട്ടുകൊടുത്ത്? സിക്ക് വിട്ടുകൊടുത്ത്. അങ്ങനെയെങ്കിൽ എ ന്യൂ ഷെയർ ഈസ് ഇക്വൽ ടു ഓൾഡ് ഷെയർ. അതാ 1/2 മൈനസ് എ വിട്ടുകൊടുത്ത് 1/6. അപ്പോൾ 1/2 മൈനസ് 1/6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഛേദം 6 ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? 6ലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഗുണിച്ചു അല്ലേ? 2 × 3 6. ദെൻ അംശത്തെയും ന്യൂമറേറ്ററിനെയും എന്ത് ചെയ്തു? നമ്മൾ 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 1 × 3. അപ്പോൾ 3/6 മൈനസ് 1/6. ഓക്കെ. അപ്പോൾ നമുക്ക് 2/6 കിട്ടുന്നു. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? 2 × 6 12 വെക്കുക. 12 ഇവിടെ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. 1 × 6 6, 2 × 1 1. അപ്പോൾ 6 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 4/12. 4/12 എന്ന് പറഞ്ഞാലും 2/6 തന്നെയാണ്. 2/6 വീണ്ടും ചെറുതാക്കുക 1/3ലേക്ക്. ഓക്കെ. ദെൻ അടുത്തത് ബിൻ്റെ ഇതുപോലെ കാണാം. ബിൻ്റെ ഓൾഡ് റേഷ്യോ 1/2 ആണ്. ബി സറണ്ടേർഡ് 1/4 ഓഫ് ഹിസ് ഷെയർ ഇൻ ഫേവർ ഓഫ് സി. അപ്പോൾ 1/2 ഇൻറ്റു 1/4. 1 × 1 1, 2 × 4 8. അപ്പോൾ 1/8. ഇനി ബി ന്യൂ ഷെയർ ഈസ് ഇക്വൽ ടു ബിയുടെ ഓൾഡ് ഷെയറിൽ നിന്നും അതാ 1/2 നിന്നും ഈ 1/8 മൈനസ് ചെയ്യണം. ഈ 1/8ഉം 1/6 എന്ന് പറഞ്ഞാൽ എന്താണ്? സിക്ക് കൊടുക്കുന്ന എ കൊടുക്കുന്നത് എ സി കൊടുക്കുന്നത് 1/6, ബി സി കൊടുക്കുന്നത് 1/8. എന്ത് ചെയ്യുന്നു? ഈ 1/2 ഒന്ന് 1/8 മൈനസ് ചെയ്യുന്നു. ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് 4/8 മൈനസ് 1/8 = 3/8. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ മെത്തേഡ് താല്പര്യം ആ ഒരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുക. ക്ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? 2 × 8/16 കിട്ടുന്നു. 1 × 8 8ഉം 2 × 1 2. അപ്പോൾ 8 മൈനസ് 2 6, 6/16 കിട്ടും. 6/16 ഇവിടെ 2 8 16ഉം 1 × 8 8, 2 × 1 6/16 കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണോ മെത്തേഡ് താല്പര്യം ആ ഒരു മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഇപ്പോൾ ചെയ്താൽ എങ്ങനെയാണ്? ഇവിടെ 8ലേക്ക് കൊണ്ടുപോയി 2 × 4 8, 1 × 4 4, 4ന് 1 കുറച്ച്. അപ്പോൾ 3/8 കിട്ടി. നെക്സ്റ്റ് സി ഷെയർ ഈസ് ഇക്വൽ ടു സിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും കിട്ടിയത് 1/6ഉം ബിയിൽ നിന്നും കിട്ടിയത് 1/8. ഈ രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും? പുതിയ പാർട്ണറെ ഷെയർ തന്നു കിട്ടും. ഈ ഒരു ക്വസ്റ്റിൽ അത് തന്നില്ല. സിക്ക് എത്രയാണ് എന്നുള്ളത് തന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ രണ്ടും കൂടി കൂട്ടിയാൽ സിയുടെ ഷെയർ കിട്ടും. അപ്പോൾ സി ഷെയർ ഈസ് ഇക്വൽ ടു 1/6 + 1/8. അപ്പോൾ എന്ത് ചെയ്യുന്നു? 6 8 48, 48ലേക്ക് കൊണ്ടുവന്നു.
അപ്പോൾ ഇതിന് 8 കൊണ്ട് ഔൺസ് അല്ലേ, 1 × 8 8, അപ്പോൾ 8/48. അടുത്ത എന്താണ് 6 × 1 6/48. അപ്പം നമ്മൾ എന്ത് ചെയ്യും 48 എഴുതി. ദെൻ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് 8 + 6 14. മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. ഇപ്പോൾ ചിഹ്നം എന്ത് ചെയ്താൽ നോക്കിയിട്ട് ചെയ്യണം ഇവിടെ. അപ്പം ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു 8 + 6 14 14/48 എന്ന് കിട്ടുന്നു. സിയുടെ ഷെയർ, പുതിയ പാർട്ണർ ഷെയർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ന്യൂ റേഷ്യോ എഴുതണം. എ ന്യൂ ഷെയർ 2/6, ബി ന്യൂ ഷെയർ 3/8 അഥവാ 3/8, സി ഷെയർ 14/48. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു 48 കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് എല്ലാം നമ്മൾ മറ്റുള്ള 2 പാർട്ട്നേഴ്സിനെ 48 കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 2/6 48 കൊണ്ടുപോകുമ്പം 8 കൊണ്ട് ഗുണിക്കണം. 6 × 8 48. 6 × 8 48 ആക്കി മാറ്റി. ഡിനോമിനേറ്റർ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും ന്യൂമറേറ്ററും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 × 8 16. അപ്പോൾ 16/48. അടുത്ത ബി 3/8 ആണ്. ഇവിടെ 8നെ 6 കൊണ്ടാണ് ഗുണിച്ചത്. 8 × 6 48. അപ്പോൾ 48 എഴുതി ഇവിടെ ഛേദത്തിൽ. അവന് അംശവും അഥവാ ന്യൂമറേറ്റർ 3 × 6 18. അപ്പോൾ 18/48. അപ്പോൾ എത്ര റേഷ്യോ 16:18:14. ഇനി ഈ 3 കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുക 48. 16 + 18 + 14 എന്നാണ് ഈ ഛേദത്തിൻ്റെ സംഖ്യ കിട്ടും. 48 കിട്ടും ന്യൂ റേഷ്യോ. അതിനെ ചെറുതാക്കിയതാണ്. ചെറുതാക്കുമ്പോൾ 8:9:7 എന്ന് കിട്ടും. 8:9:7 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ അടുത്തത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. സാക്രിഫൈസ് റേഷ്യോ = നമുക്കറിയാം ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ എന്ത് ചെയ്യുന്നു 1/2 മൈനസ് 8/24. ഇതിന് ചെറുതാക്കിയതുകൊണ്ട് 8/24 അല്ലെങ്കിൽ 16/48 ഏതെങ്കിലും കൊടുക്കാം. 8/24 കൊടുത്തു. ഇവിടെ എന്ത് ചെയ്യും നമ്മൾ കാണുന്നു 24 കൊണ്ടുപോയി. ഇതിനെ 24 കൊണ്ടുപോകുമ്പോൾ 12 കൊണ്ട് വിളിച്ചു അല്ലേ, 2 × 12. അപ്പോൾ എന്ത് ചെയ്യുന്നു ഇവിടെ 12/24 കിട്ടുന്നു. മൈനസ് 8/24 = 4/24. അതേമാതിരി ബിയുടെ സാക്രിഫൈസ് കാണുന്നു. ഓൾഡ് റേഷ്യോ ബിയുടെ ഓൾഡ് റേഷ്യോ 1/2 മൈനസ് ബിയുടെ ന്യൂ റേഷ്യോ ഇവിടെ തന്ന അടിസ്ഥാനത്തിൽ 9/24. അപ്പോൾ എന്ത് ചെയ്യുന്നു 24 കൊണ്ടുപോകുമ്പോൾ 12/24 മൈനസ് 9/24. അങ്ങനെ 12 നിന്ന് 9 കുറക്കുന്നു. 3/24. സാക്രിഫൈസ് റേഷ്യോ = 4:3 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനാണ്. ഇത് മിക്കവാറും അടുത്ത ദിവസം വിക്ടേഴ്സ് ചാനലിൽ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്നത് കേസ് 5 ആണ്. അവസാനത്തെ ഭാഗമാണ്. When new partners share and a new profit share ratio between old partners are given. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ എന്ത് ചെയ്തു ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ അത്ര രീതിയിലുള്ള ക്വസ്റ്റ്യനാണ്. വിക്ടേഴ്സ് ചാനലിൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് തന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇവിടെ അനി ആൻഡ് സുനി ആർ പാർട്ട്നേഴ്സ്. അനിയും സുനിയും പാർട്ട്നേഴ്സാണ്. ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദി റേഷ്യോ 3:2. They admitted Mini as a new partner 1/4. The new profit share ratio between Ani and Suni will be 2:1. Calculate sacrificing ratio. വരെ ഓൾഡ് റേഷ്യോ 3:2 എന്നും പുതിയ പാർട്ണർ കിട്ടുന്ന ഷെയർ 1/4 ആണ്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ അനി ആൻഡ് സുനി 2:1 ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോട്ട്സിൽ എഴുതിയത്. നമുക്ക് നോക്കാം ഏതാണെന്ന്. ഇവിടെ എന്ത് അനി ആൻഡ് സുനി എന്നുള്ളടത്ത് വീരൻ ആൻഡ് വേലു. റേഷ്യോ 3:2 സെയിം ആണ്. ദേ അഡ്മിറ്റഡ് വിജയ്. മിനി എന്നുള്ളത് വിജയ് എന്നായി മാറി. 1/4 സെയിം ആണ്. ദ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ബിറ്റ്വീൻ വീരൻ ആൻഡ് വേലു 2:1. 2:1 തന്നെയാണ്. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. ഇതാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നത്. ഇതിൽ വിക്ടേഴ്സ് ചാനലിൽ സാക്രിഫൈസ് റേഷ്യോ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട്ബുക്കിലേക്ക് എഴുതിയ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇവിടെ ഓൾഡ് റേഷ്യോ ഓഫ് വീരൻ ആൻഡ് വേലു പേരിൽ മാത്രമേ മറ്റേ ക്വസ്റ്റ്യനായിട്ട് മാറ്റമുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ എന്ത് ചെയ്യാം, അതും കൂടി ചെയ്യാൻ സാധിക്കും. പേര് മാത്രം മാറ്റിയാൽ മതി.
old ratio of period and value 3:2. Then new partner share 1/4. അപ്പോൾ റിമൈനിങ് പോർഷൻ നമ്മൾ കണ്ടെത്തുന്നു. പുതിയ പാർട്ണർക്ക് 1/4 കൊടുത്താൽ ബാലൻസ് ഷെയർ അല്ലെങ്കിൽ റിമൈനിങ് ഷെയർ ഈസ് ഇക്വൽ ടു 1 - 1/4. ഇത് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചെയ്താണ്. അങ്ങനെ ആകുമ്പോൾ 3/4. 4 ഭാഗം പുതിയ പാർട്ണർ കൊടുത്താൽ പിന്നെ നമ്മുടെ കയ്യിൽ 3 ഭാഗം ഉണ്ടാകാം, അഥവാ 3/4. 4 3 ഭാഗം. The new profit sharing ratio between Veeran and Velu. New profit sharing ratio between Veeran and Velu ക്വസ്റ്റ്യനിൽ തന്നതാണ് 2:1 എന്ന് എഴുതി. The new ratio ഓഫ് Veeran. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ന്യൂ റേഷ്യോ കാണുന്നു. അപ്പോൾ ന്യൂ റേഷ്യോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റിമൈനിങ് ഷെയർ എത്രയാണ്? 3/4 ഇൻറ്റു ന്യൂ റേഷ്യോ രണ്ടാമതും 2. അപ്പോൾ 2/3. 3/4 ഇൻറ്റു 2/3 6/12 കിട്ടുന്നു. അപ്പോൾ 3 ഇൻറ്റു 2 6 6/12. അങ്ങനെ ന്യൂ റേഷ്യോ ഓഫ് വാല്യൂ റിമൈനിങ് ഷെയർ 3/4 ഇൻറ്റു ഇവിടെ 2:1 1/3. അപ്പം 3 ഇൻറ്റു 1 3 4 ഇൻറ്റു 3 12. അപ്പം 3/12 കിട്ടുന്നു. അപ്പോൾ 6/12 വീരൻ്റെ വേലുവിൻ്റെ എത്രയാണ്? 3/12. ദെൻ വിജയിൻ്റെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് 1/4. ആ 1/4നെ 12ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 12ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 3 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ 4 ഇൻറ്റു 3 12. അപ്പോൾ അംശത്തെയും 1 ഇൻറ്റു 3 3. അപ്പോൾ 3/12. അപ്പോൾ നമുക്ക് എന്തായി? ന്യൂ റേഷ്യോ ആയി 6/12 3/12 3/12. അപ്പോൾ 6:3:3. അതിനെ ചെറുതാക്കുകയാണെങ്കിൽ 2:1:1 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ സാക്രിഫൈസ് റേഷ്യോ ആണ് അടുത്ത് കണ്ടത്. സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ അഥവാ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. ഓൾഡ് ഷെയർ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ നിന്ന് 3:2. അപ്പോൾ 3/5 വീരൻ്റെ കാണുമ്പോൾ 3/5 മൈനസ് 2/4. അതാ 3/5 മൈനസ് 2/4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 ഇൻറ്റു 4 20. എന്നിട്ട് 3 ഇൻറ്റു 4 12 12/20. അടുത്തത് 5 ഇൻറ്റു 2 10 10/20. 12 10 മൈനസ് ചെയ്താൽ 2. അപ്പോൾ 2/20 കിട്ടുന്നു. ദെൻ വേലുവിൻ്റെ എത്രയാണ്? ഓൾഡ് റേഷ്യോ 2/5 മൈനസ് ഇവിടെ 1/4. അപ്പോൾ 5 ഇൻറ്റു 4 20 ഡിനോമിനേറ്റർ 2. ദെൻ 2 ഇൻറ്റു 4 8 8/20 മൈനസ് 5 ഇൻറ്റു 1 5. അപ്പോൾ 8 മൈനസ് 5 3 3/20. അപ്പം 2/20 3/20. സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു 2:3 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിലാണ് അവിടെ ക്വസ്റ്റ്യനിൽ ചെയ്യുന്നത്. നമുക്ക് ഇതിൽ ന്യൂ റേഷ്യോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ 1/4 മൊത്തം എത്രയാണ്? 4 വീതമാണ്. ആ 4 1 കൊടുത്തു. ഇനി ഇവിടെ തന്നെ എത്രയാണ്? 2:1 ആണ്. അപ്പോൾ 2 1 3 ഈ 3 1 4. അപ്പോൾ 4 തന്നെയാണ്, കറക്റ്റാണ്. അപ്പോൾ 2:1:1 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിൽ ചില ക്വസ്റ്റ്യനിൽ മാറ്റം വരും, പക്ഷേ ഇവിടെ ഡയറക്റ്റ് തന്നത് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ്, 5 കേസസാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. മിക്കവാറും വിക്ടേഴ്സിൽ പറഞ്ഞ ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇനി മിക്കവാറും നാളെ പറയാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത് സറണ്ടർ ഷെയർ. ഇവിടെ സറണ്ടർ ഷെയർ കണ്ടിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഓൾഡ് റേഷ്യോ ഒന്ന് മൈനസ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഗുഡ്വില്ലുള്ള ഭാഗമാണ്. ആ ഗുഡ്വില്ല് നമുക്കിത് അടുത്ത ദിവസം എടുക്കാവുന്നതാണ്.